കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു ദൈവപ്രവൃത്തി അല്ലെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. പക്ഷേ ആ ആശ്രയം പൂർണ്ണമാണോ അതോ ഭാഗികമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ശ്രദ്ധിക്കുക, അതിൻ്റെ ഈ അധ്യായത്തിൻ്റെ തന്നെ 5-ാം വാക്യത്തിലേക്ക്, അതായത് യിരെമ്യാവ് 17-ന്റെ 5 നമ്മൾ ശ്രദ്ധിച്ച്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ, ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ, ദൈവമക്കൾ മീൻസ് നമ്മളൊരു ക്രിസ്തീയ വിശ്വാസത്തിലോ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ മേഖലയിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ നോർമലി പറയും ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതിനകത്ത് ഉപചോദ്യങ്ങൾക്കുള്ള സാധ്യതയുള്ള ഒരു ചിന്തയും കൂടെയാണ് ഞാൻ പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവമക്കളാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ നമ്മളൊരു കോമൺ ദൈവമക്കളെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആശ്രയം ആരിലാണ്? പലപ്പോഴും ഇവിടെ നമ്മൾ ആ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് 17-ന്റെ 5 മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ. ശ്രദ്ധിക്കണം, എന്നതിൻ്റെ അർത്ഥം മനുഷ്യനിൽ ആശ്രയിക്കുന്നു, 2 ജഡത്തെ തൻ്റെ ഭുജമാക്കുന്നു, 3 ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, അതരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പം അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, സ്തോത്രം, പുറമെ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യരിൽ ആശ്രയിക്കുന്ന, ജഡത്തെ തൻ്റെ ഭുജമാക്കുന്ന അല്ലെങ്കിൽ ജഡത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ജഡമാണ് അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വേദപുസ്തകം പറയുന്നു ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നു. അപ്പം എൻ്റെ അർത്ഥം ശ്രദ്ധ, 1 യഹോവയിൽ ആശ്രയിക്കുന്ന, 2 യഹോവ തന്നെ എന്ന് പറഞ്ഞാൽ അർത്ഥം വേറൊന്നിലേക്കും അവരുടെ മനസ്സ് പോകുന്നില്ല, വേറൊന്നിനെ ആശ്രയിക്കുന്നില്ല. ഒരു പകുതിക്ക് പകുതി എന്നുള്ളതല്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു പഴഞ്ചൊല്ല് പോലെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല. ദൈവത്തിനുള്ള ആശ്രയം മീൻസ് പൂർണ്ണമായിരിക്കണം. അപ്പം ദൈവം തന്നെ ആശ്രയമായിരിക്കണം, വേറൊരു ആശ്രയം അതിനകത്ത് വരല്ല. അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയുന്നില്ലേ, നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, നമുക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്, നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ചില തലങ്ങൾ, ചില ചിന്തകൾ, ചില നിരീശ്വരവാദങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം, അതെല്ലാം നിഷ്ഫലമായി പോകുന്നൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിൽ തന്നെ നമ്മൾ പൂർണ്ണമായി ആശ്രയിച്ചാൽ, ബൈബിൾ പറയുന്നു, സ്തോത്രം, എങ്ങനെയിരിക്കും അവൻ? വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ. അപ്പോൾ വെള്ളത്തിനരികെ ആറ്റിനരികെ എന്നൊക്കെ പറയുമ്പോൾ നനവോടെ, ഫലത്തോടെ, പച്ചയോടെ, പുഷ്ടിയോടെ അത് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയില്ല. അപ്പോൾ ചൂട്, ഉഷ്ണം തട്ടുമ്പോൾ അതെന്ത് ചെയ്യത്തില്ല? പേടിക്കുകയില്ല, അതിലെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊടുക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയായിത്തീരും. വരൾച്ചയുള്ള കാലത്തും ആ ഇലകൾ പച്ചയോടെ ഇരിക്കുമെന്ന് ബൈബിൾ പറയും. എന്നതിൻ്റെ അർത്ഥം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൽ ഉഷ്ണം മീൻസ് കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യം വരത്തില്ല. പകരം ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക. ജഡത്തെ തൻ്റെ ഭുജമാക്കാതിരുന്നാൽ നിശ്ചയമായിട്ട് അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് സ്തോത്രമല്ലേലും ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുക. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.